വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എനിക്കറിയാം ഈ വർഷത്തെ 2025 നീറ്റിന് വേണ്ടിയുള്ള കോച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടി പോകുന്ന എല്ലാ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ സെൽഫ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി നമുക്കൊരു ഐഡിയ, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ, അതായത് നിങ്ങളിപ്പോൾ അവിടെ ചെന്നതിന് ശേഷം എന്ത് ചെയ്യണം, ഏത് ബുക്സ് നോക്കണമെന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് അതിന് കുറേ സമയം കളയാതിരിക്കാൻ വേണ്ടി ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോയിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ കാണുക. അപ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് ഏതൊക്കെ ബുക്സാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിത് 3 കാറ്റഗറി ആയിട്ട് പറയും. അതായത് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, MCQ ബുക്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ബുക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബയോളജി നോക്കാം അല്ലേ. ബയോളജിയാണ് നമ്മുടെ എന്താ പറയുക നീറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നീറ്റ് കഴിഞ്ഞ് MBBS കയറുമ്പോഴും കൂടുതലായിട്ട് എന്താണ് ബയോളജി തന്നെയാണ്. അപ്പോൾ ബയോളജി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബയോളജിക്ക് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ അഫ്കോഴ്സ് ഒരു ഡൗട്ടും ഇല്ല, നമ്മുടെ NCERT ബുക്കാണ് ഒന്നാമത്തേത്. അപ്പോൾ നമുക്കറിയാം NCERT ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രില്യൻ്റ് പഠിപ്പിക്കും, അവിടുത്തെ ഫാക്കൽറ്റീസ് ഒക്കെ എപ്പോഴും പറഞ്ഞ കാര്യം നമ്മുടെ NCERT എന്ന് പറയുന്നത് നമ്മൾ ബൈബിൾ ആയിരിക്കണം, അതുപോലെ കൊണ്ട് നടക്കണമെന്നായിരുന്നു പറയാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് നോക്കേണ്ട ഒരു ബുക്കാണ് നമ്മുടെ NCERT എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബുക്ക് എന്ന് പറഞ്ഞാൽ GRB എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓൾമോസ്റ്റ് ഒരു 90% നമ്മുടെ നീറ്റിൽ ബയോളജി ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ NCERT നിന്നാണ്. ഇനി അതിൽ നിന്ന് ഒരു ബാക്കിയുള്ള 10% അല്ലെങ്കിൽ ഒരു 5 to 10% ക്വസ്റ്റ്യൻസ് നമ്മൾ പുറത്തുനിന്ന് വരുവാണെങ്കിൽ സഹായിക്കുന്ന ഒരു ബുക്കാണ് GRB എന്ന് പറയുന്ന ഈ ബുക്ക് എന്ന് പറയുന്നത്. പിന്നെ MCQ ബുക്സിലും എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റർ വൈസും അതിൽ നിന്ന് വരാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്ക്, അതായിരിക്കും നമ്മുടെ MCQ ബുക്ക് എന്ന് ഉദ്ദേശിക്കുക. അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ GRB എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നെയാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ സുവോളജി എടുത്താൽ ആനിമൽ കിൻഡം ഉണ്ടല്ലോ, ഇപ്പോൾ ആനിമൽ കിൻഡം എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ചാപ്റ്റർ വായിക്കുന്നു, അതിനുശേഷം ഈ ആനിമൽ കിൻഡത്തിൽ നിന്ന് വരാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത് നോക്കി വർക്കൗട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ നമ്മൾ നോക്കി ചെയ്ത് വയ്ക്കുക. പിന്നെ അതല്ലാണ്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു ബുക്കാണ് ഫിംഗർ ടിപ്സ് എന്ന് പറഞ്ഞാൽ NCERT ഫിംഗർ ടിപ്സ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അപ്പോൾ അതും നല്ലതായിരുന്നു. ഞാൻ നോക്കിയിട്ടുള്ള 2 ബുക്കായിരുന്നു. ബ്രില്യൻ്റിലേക്ക് ഇരുന്നപ്പോൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്ന 2 ബുക്കായിരുന്നു. ഇനി അടുത്താണ് നമ്മുടെ കെമിസ്ട്രി. അപ്പം നമ്മുടെ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ പിന്നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ, ഫിസിക്കൽ, ഇനോർഗാനിക്, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനും ഏറ്റവും ബേസ് ആയിട്ട് നമുക്ക് വേണ്ട ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ NCERT ബുക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ഇനോർഗാനിക് പോലുള്ള സബ്ജക്റ്റിന് നമ്മുടെ NCERT ബുക്ക് തന്നെ വളരെ ധാരാളമാണ്. പിന്നെ ഓർഗാനിക് സബ്ജക്റ്റ് ഒക്കെ വരുമ്പോഴേക്കും ഓർഗാനിക് ടോപ്പിക്സ് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ കൺസെപ്റ്റ് സ്ട്രോങ് ആകാൻ വേണ്ടി വേറെ ബുക്ക് റെഫർ ചെയ്യേണ്ടി വരും. അതിന് നമുക്ക് GRB ബുക്ക് എന്ന് പറയുന്നത് നല്ലൊരു ബുക്ക് തന്നെയാണ്. അതുമല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ച് മനസ്സിലാകുന്നില്ലെങ്കിൽ സെൻഗേജ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരിക്കും, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവും, നിങ്ങൾ ബ്രില്യൻ്റോ സൈലോ ഏത് വേണമെങ്കിലും ആക്കാം, നമുക്ക് അവിടെ നിന്ന് തരുന്ന കുറച്ച് മൊഡ്യൂൾസ് ഉണ്ടായിരിക്കും, അത് നിങ്ങൾക്ക് നോക്കാവുന്നതായിരിക്കും ഒരു ടെക്സ്റ്റ് ബുക്കായിട്ട് നമുക്ക് കെമിസ്ട്രിക്ക്. പിന്നെ MCQ സോൾവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതുപോലെ തന്നെ GRB നല്ലൊരു ബുക്കാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഫിംഗർ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ബുക്ക്, അത് നല്ലതാണ്. ഇനി അതല്ലാണ്ട് വേറൊരു ബുക്കുണ്ട്, അത് നമുക്ക് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ അതിനകത്ത് കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പഠിപ്പിക്കുന്ന സമയത്ത് ഫാക്കൽറ്റീസ് ഒക്കെ പറയുമായിരുന്നു. ഇറഗുലർസ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് ഞാൻ അത്ര സജസ്റ്റ് ചെയ്യത്തില്ല ഇപ്പം, പക്ഷെ അത്രയും പാടെന്നല്ല, പക്ഷെ ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് കുറേ മിസ്റ്റേക്സ് അതിനകത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. ഇനി അടുത്താണ് ഫിസിക്സ് എന്ന് പറയുന്നത്. ഫിസിക്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വെള്ളം കുടിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റും കൂടെയാണ് ഫിസിക്സ്. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വായിക്കണം അല്ലെങ്കിൽ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് സ്ട്രോങ് ആക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നൊരു ബുക്കാണ് HC വർമ്മ അല്ലെങ്കിൽ HCV എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ലൈക്ക് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ആദ്യം തന്നെ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ട്, ആദ്യം തന്നെ നിങ്ങളത് വായിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഉപകാരപ്പെടും. ഇപ്പം ഞാനൊക്കെ ഇത് അറിഞ്ഞത് ഒരു ഇടയ്ക്ക് വെച്ചിട്ടായിരുന്നു, അപ്പോഴേക്കും നമുക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ പോയി, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നത്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ബ്രില്യൻ്റിൽ അവരുടെ എന്താ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അതിനെപ്പറ്റി അവർ പറയുന്ന കുറേ കാര്യങ്ങൾ, അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ലാസ്റ്റ്
നിമിഷമായാലും പെട്ടെന്ന് നോക്കാൻ വേണ്ടി പറ്റുന്നൊരു ഇതായിരുന്നു അവിടുത്തെ മൊഡ്യൂൾസും കാര്യങ്ങളും. ഞാൻ ബ്രില്യൻ്റിലായതുകൊണ്ട് എനിക്ക് അത് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറച്ചുകൂടെ നല്ലതാണ്. കാരണം നമുക്കറിയാം ഫിസിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഒന്ന് കൺസിഡർ ചെയ്യുമ്പോഴേക്കും എന്താ പറയുക, നമുക്ക് അതിൻ്റെ അകത്തെ വായിക്കാനും കുറേയൊക്കെ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ചുകൂടെ ക്യാപ്സ്യൂൾ രൂപത്തിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പം അത് നിങ്ങൾക്ക് നോക്കാവുന്നതായിരിക്കും. ഇനി അടുത്ത് MCQ നോക്കുകയാണെങ്കിൽ MCQവിന് വേണ്ടി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ HCV നോക്കാവുന്നതായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നോക്കാവുന്ന ഒരു ബുക്കാണ് ഇറർലെസ്സിൻ്റെ ഫിസിക്സിൻ്റെ ഇറർലെസ്. അത്യാവശ്യം നല്ലൊരു ബുക്കാണ്, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിംഗർ ടിപ്സും കാര്യങ്ങളും നോക്കാവുന്നതായിരിക്കും. അടുത്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, എൻ്റെ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റിൻ്റെ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക. കാരണം പല പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അത് മാത്രമല്ല അതായത് സെയിം ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ മാറ്റി മാത്രം അങ്ങനെ വരും. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ ഫെമിലിയർ ആണ്, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓക്കെ ഇത് ഞാൻ നോക്കിയിട്ടുണ്ടെന്നൊരു കോൺഫിഡൻറ്റോടെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ചില ബുക്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമുള്ള ഒരു ബുക്ക് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ അത് നോക്കാൻ വേണ്ടി നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ടതാണ്. ആ ഒരു ബുക്കാണ് ഓസ്വാൾഡ് ബുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഒരു ബുക്ക് വായിക്കാനും അല്ലെങ്കിൽ അതിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും മറക്കരുതെന്ന് കൂടെ പറയാണ്. ഇനി എങ്ങനെ നമുക്ക് ഓരോരോ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യാമെന്ന് കണ്ടാലോ? അതെ, നമുക്കറിയാം എല്ലാ സബ്ജക്റ്റിനെയും നമുക്ക് ഒരുപോലെയല്ല കാണുന്നത്. അതുമാത്രമല്ല ഈവൻ നമ്മുടെ കെമിസ്ട്രിയിലായാലും ഫിസിക്കൽ കെമിസ്ട്രി, ഇൻഓർഗാനിക്, ഓർഗാനിക് അതിനെ നമ്മൾ ഒരുപോലെയല്ല കാണുന്നത്. പല പല രീതിയുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തായാലും നോക്കാം. ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് ബയോളജി എന്നാണ്. ബയോളജി എന്ന് പറയുന്നത് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ NCERT, ആ NCERT ബുക്ക് നിങ്ങൾക്ക് എത്രത്തോളം വായിക്കാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം വായിക്കുക. കാരണം ബയോളജിയുടെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എത്രത്തോളം ആ ഒരു ടോപ്പിക്സ്, ആ ഒരു കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഫീഡ് ചെയ്യുന്നു, നമുക്ക് അത്രയും ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ സമയത്ത് ആ ഒരു പാർട്ട് പെട്ടെന്ന്, അതായത് നമുക്ക് നല്ല മെമ്മറി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിനെന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്തിട്ട് തന്നെ നിൽക്കുക. പ്രത്യേകിച്ച് നമ്മുടെ നീറ്റിൻ്റെയൊക്കെ ലാസ്റ്റ് ടൈം ആകുമ്പോൾ നിങ്ങളിപ്പം ഇൻ കേസ് NCERTക്ക് ഉപരി വേറെ ഏതെങ്കിലും ബുക്ക് നോക്കുന്നുണ്ടെങ്കിൽ പോലും ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആ ബുക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് NCERT തന്നെ വായിക്കുക. ബിക്കോസ് അത് ക്വസ്റ്റ്യൻ തന്നെ വരത്തുള്ളൂ. അപ്പം നമ്മൾക്ക് എന്താ പറയുക, നീറ്റ് എക്സാം ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ബയോളജി ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ആ ടൈം കൂടുതലായിട്ട് ഇവിടെ നമുക്ക് ഫിസിക്സിനും കെമിസ്ട്രിയിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത് വരുന്നതാണ് കെമിസ്ട്രി. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ്, 3 ഉണ്ട് അല്ലേ? അതിൽ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ഫിസിക്സ് പോലെയൊക്കെ എടുക്കാം. അത് നമുക്കിപ്പോൾ മാറ്റി വയ്ക്കാം. ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫിസിക്കൽ കെമിസ്ട്രി. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നമ്മളെന്താ ടെക്സ്റ്റ് ബുക്ക് കുറേ വായിച്ചിട്ട് മാത്രം കാര്യമില്ല. അതിൽ പ്രോബ്ലംസ് മാക്സിമം MCQ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അതിലാണ് കാര്യം ഇരിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മളോട് ചോദിക്കുക ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഒരു ടോപ്പിക്ക് തന്നിട്ട് അതിലൊരു സെൻറ്റൻസ് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റുക. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. എന്താണ്, ആ ഒരു വായിച്ച കൺസെപ്റ്റിൽ നിന്ന് നമുക്കൊരു പ്രോബ്ലം തരുന്നു. അത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻ തരും. നമ്മൾ പഠിച്ച കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു കാര്യങ്ങളാണ് തരുന്നത്. അപ്പോൾ അവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ NCERT ബുക്കിൽ തന്നെ കുറേ പ്രോബ്ലംസ് ഉണ്ട്, അത് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളോട് റെഫർ ചെയ്യാൻ പറഞ്ഞ ബുക്കിലെ അതിലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കാം. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനോർഗാനിക് കെമിസ്ട്രി. ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ആരെ പോലെയാണ്, ബയോളജിനെ പോലെയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിക്കാം, കണ്ടിന്യൂസ് വായിക്കാം. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേറൊരു ബുക്കിൻ്റെ ആവശ്യം ഇനോർഗാനിക് കെമിസ്ട്രിക്ക് ഇല്ല. അപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രിക്ക് നിങ്ങൾ നന്നായിട്ട് വായിക്കുക, വായിച്ച് റിവൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻസും കാര്യങ്ങളും കിട്ടും. ഇനി ഓർഗാനിക് കെമിസ്ട്രി, എനിക്കാണെങ്കിൽ കുറേ കുട്ടികൾക്കായാലും ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കുറച്ച് പാടായിരിക്കും. ഇപ്പം അതിനും എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്തായിരുന്നു ഞാൻ കുറച്ച് വീഡിയോസ് കാണുമായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് യൂട്യൂബ് വീഡിയോസ് കാണുമായിരുന്നു. അപ്പോൾ അതിലെ വീഡിയോസ് കാണുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് കൺസെപ്റ്റ് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ എനിക്കത് യൂസ്ഫുൾ ആയിരുന്നു. ഇനി അതല്ലാണ്ട് നിങ്ങൾ ബ്രില്യൻ്റൊക്കെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ടോ കാര്യങ്ങളോ വരും, അഫ്കോഴ്സ് ഓർഗാനിക് കെമിസ്ട്രിയിൽ കുറേ ഡൗട്ടും വരും. നിങ്ങൾക്ക് ഏതൊക്കെ ഫാക്കൽറ്റീസ് ആണുള്ളത് അവരോട് ചെന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇൻ കേസ് ഈ പറഞ്ഞ പോലെ ഫോണോ കാര്യങ്ങളോ യൂസ് ചെയ്യാനുള്ള ഒരു സോഴ്സ് അവിടെ ഇല്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതിയാവും. പിന്നെ ഇനിയുള്ളതാണ് നമ്മുടെ ഫിസിക്സ്. ഈ ഫിസിക്സും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതേ കാര്യം തന്നെ, അതായത് ഫിസിക്കൽ കെമിസ്ട്രിയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഫിസിക്സിനും പറയാനുള്ളത്. ഇത് നമ്മൾ കുറേ പഠിച്ചിട്ടോ ഫോർമുലാസ് കാണാതെ പഠിച്ചിട്ടോ അല്ലെങ്കിൽ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ നമുക്ക് കിട്ടിയ നോളജ് അപ്ലൈ ചെയ്ത് നമ്മൾ കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പഠിക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു കാര്യം. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇപ്പോൾ ബയോളജി നിങ്ങൾ കുറേ സ്ട്രോങ് ആക്കി റിവൈസ് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് ആ ഒരു പോർഷൻ പെട്ടെന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്സിൻ്റെ പോർഷൻ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു ടൈമും കൂടെ ഇവിടെ അപ്ലൈ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് കുറേ കൂടെ സമയം എടുത്ത്, ഇപ്പം നിങ്ങൾ സ്ലോ ആയിട്ടാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടൈം കൊടുക്കാം. അപ്പോൾ അല്ലാണ്ട് നമുക്കിപ്പോൾ കുറേ കാര്യങ്ങൾ ഫിസിക്സിന് വായിച്ചിട്ട് മാത്രം കാര്യമില്ല. ഇപ്പം നമുക്ക് ഗ്രാവിറ്റേഷൻ ഉണ്ടല്ലേ, അപ്പോൾ ഗ്രാവിറ്റേഷൻ കുറേ നമ്മൾ വായിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചോദിച്ചാൽ നമുക്ക് ഫോർമുല പറയാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഗ്രാവിറ്റി അതിൻ്റെ ഡെഫിനിഷൻ എന്തൊക്കെ നമുക്ക് വേണ്ടി പറയാം. പക്ഷേ ഇതൊന്നും ആയിരിക്കില്ലല്ലോ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക. ഇനി എങ്ങനെ നമുക്ക് ഓരോരോ ടോപ്പിക്സ് സെലക്ട് ചെയ്യാമെന്ന് പറയാം. ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്ക് എത്രത്തോളം അത് സെൻസ് ഉള്ളതായിട്ട് തോന്നുമെന്ന് എനിക്കറിയില്ല. ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ബയോളജി തന്നെ എടുക്കാം. ബയോളജി നോർമലി എല്ലാവർക്കും ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഇപ്പോൾ ബയോളജി എടുക്കുമ്പോൾ അതിനകത്തൊരു 2 ടോപ്പിക്സ് വന്നു. ഒന്ന് ആനിമൽ കിങ്ഡം വന്നു, പിന്നെ രണ്ടാമത്തത് കാർഡിയോവാസ്കുലർ സിസ്റ്റം. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഈ 2 സബ്ജക്റ്റ് നിങ്ങളെ മുന്നിൽ തരുമോ? നിങ്ങൾക്ക് ആനിമൽ കിങ്ഡം ഈസിയാണ്, കുഴപ്പമില്ല. നമുക്ക് കാർഡിയോവാസ്കുലർ ഇല്ലായിരിക്കും പാടാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ അതായത് ഒരു പുതിയ നീറ്റ് എക്സാമിന് വേണ്ടി, ഉദാഹരണത്തിന് 2025 നീറ്റ് എക്സാമിന് വേണ്ടി നിങ്ങൾ റെഡി ആവുകയാണ്. ഫ്രഷ് ആയിട്ട് 1 ഇയർ ഉണ്ട്. ആ 1 ഇയറിൽ ഫസ്റ്റ് ഡേ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ സ്ട്രോങ് അല്ലാത്ത കാർഡിയോവാസ്കുലർ സിസ്റ്റം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കും. ആനിമൽ കിങ്ഡം നിങ്ങൾ സ്ട്രോങ് ആണ്, അത് നിങ്ങൾ ഇനി കുറച്ച് 2 ദിവസം ലേറ്റായിട്ട് പഠിച്ചാലും ഒരിക്കലും അത് നിങ്ങളുടെ എന്താ പറയുക മെമ്മറിനെയോ കാര്യത്തിനെ എഫക്റ്റ് ചെയ്തില്ല. പക്ഷേ കാർഡിയോവാസ്കുലർ സിസ്റ്റം നിങ്ങൾക്ക് സ്ട്രോങ് അല്ലെങ്കിൽ നിങ്ങൾ അത് തന്നെ ആദ്യമേ വായിക്കണം. പിന്നെ അത് വായിക്കുമ്പോൾ അത് നിങ്ങളുടെ സ്ട്രോങ് സബ്ജക്റ്റ് ആവും. അല്ലാണ്ട് ഇതെനിക്ക് പാടാണ്, ഇത് ഞാൻ പിന്നെ നോക്കാം, ഇതെനിക്ക് ഈസി അല്ലേ, ഇത് ഞാൻ വായിക്കാമെന്ന് പറഞ്ഞിരുന്നാൽ ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാണ്ടിരിക്കും. ഇതുപോലെയാണ് പല പല സബ്ജക്റ്റിൻ്റെ. ഇപ്പം പി ബ്ലോക്ക് അറിയാം, ഭയങ്കര വലുതാണ്. അതേ സമയത്ത് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് വായിച്ചു തരും. അപ്പം നിങ്ങൾ നോക്കുമ്പോഴേക്കും അയ്യോ പി ബ്ലോക്ക് ഉണ്ട്, അത് വായിക്കണ്ട, കുറേ ഉണ്ട്. എസ് ആകുമ്പോൾ എളുപ്പമാണ്, എനിക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഒരു പരിധി വരെ നമുക്കത് ഒരു രീതിയിൽ നല്ലതാണ്. പക്ഷേ നമ്മുടെ എക്സാമും കാര്യങ്ങളും നോക്കുമ്പോഴേക്കും പി ബ്ലോക്ക് നിങ്ങൾ തുടക്കത്തിൽ വായിച്ചാലേ ലാസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഉഷാറായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് പറഞ്ഞുതരാൻ മീൻസ് ഒരു മെത്തേഡോ കാര്യങ്ങളോ പറഞ്ഞാൽ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു കോച്ചിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, അതായത് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മൈൻഡിൽ ഓരോ കാര്യങ്ങൾ നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് തരിക. ഇത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇനി ചിലപ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുമ്പോൾ പല റേഞ്ചിലുള്ള കുട്ടികളായിരിക്കും, പല ലെവലിലുള്ള കുട്ടികളായിരിക്കും. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും, ആവറേജ് ഉണ്ടായിരിക്കും, ബിലോ ആവറേജ്, അങ്ങനെ പല കാറ്റഗറിയിലുള്ള കുട്ടികൾ ഉണ്ടാകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കാര്യങ്ങൾ ലെവലും കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ അത് വെച്ച് തുടങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾ തുടക്കത്തിലെ പാടായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യുമ്പോഴേക്കും അത് നിങ്ങളുടെ കോൺഫിഡൻസിന് വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ശരിക്കും അത് ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം പല ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ഞാനപ്പോൾ എന്ത് ചെയ്യുന്നു. പക്ഷെ അതേ സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ റിപ്പീറ്റ് സമയത്താണെങ്കിൽ പോലും ഞാൻ കുറേ അറിയുന്ന ക്വസ്റ്റ്യൻ പേപ്പറും അല്ലെ ചെയ്തിട്ടുള്ളതൊക്കെ ഞാൻ എങ്ങനെ ചെയ്ത് നോക്കും. അപ്പം എനിക്ക് ഓക്കെ, ഞാൻ ഇതിൽ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഡിഫിക്കൽട്ട്, അങ്ങനെ അതായത് ആദ്യം ഇച്ചിരി കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്, പിന്നെ കുറച്ച് മീഡിയം, പിന്നെ കുറച്ച് നല്ല കൂടുതൽ, അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആവും. അല്ലെ തുടക്കത്തിൽ തന്നെ ഏറ്റവും പാടായിട്ടുള്ള ചെയ്ത് നമുക്ക് ഒന്നും ചെയ്യാൻ ഉത്തരം കിട്ടുന്നില്ലാകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് പോയി. പിന്നെ നമുക്ക് മുന്നോട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ 1 മണിക്കൂർ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു, അപ്പോൾ തന്നെ നമ്മൾ തുടക്കത്തിലേ ഈ പാടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പിന്നെ നമുക്ക് പിന്നീട് ഒന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി തോന്നില്ല. നമ്മൾ ആ 1 മണിക്കൂറെ പിന്നെ ഇത് ഓർത്തിട്ട് വേസ്റ്റ് ആകും. അതേ സമയത്ത് ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയി, ഞാൻ പഠിച്ചതൊക്കെ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ, എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ, എനിക്ക് നന്നായിട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റുന്നുള്ളത് പോലെ നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബൂസ്റ്റ് ചെയ്യുന്ന നമുക്ക് ചിലപ്പോൾ അടുത്തുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ആ ഒരു അവറും നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി അടുത്ത സബ്ജക്ട് വൈസ് നോക്കിയാലും നിങ്ങൾ എപ്പോഴും ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ടൈം കൊടുക്കുകയാണെങ്കിൽ ആദ്യം ബയോളജിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്.
റീസൺ എന്താണെന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരണ്ടല്ലോ. ഓരോ നമ്മുടെ സബ്ജക്റ്റിന്റെ ഡിഫിക്കൽട്ട് ലെവൽ അനുസരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതേ സമയത്ത് നിങ്ങൾ ഭയങ്കര നിങ്ങൾക്ക് പഠിക്കാനുള്ള എനർജിയോ മൂഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ഉറക്കം തൂങ്ങിയിരിക്കുന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഓർഗാനിക് കെമിസ്ട്രിയോ ബയോളജിയോ പോലത്തെ ടോപ്പിക്സ് നോക്കുക, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നോക്കുക. അതല്ലാണ്ട് നിങ്ങൾ കൂടുതൽ ഫ്രഷ് ആയിരിക്കുന്ന സമയത്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു സ്കിൽസ് കുറച്ചുകൂടെ കൂട്ടാനുള്ള സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് വയ്ക്കണം. എന്തിനു വേണ്ടിയാ? നിങ്ങളൊരു കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റിവൈസ് ചെയ്യാണ്. ഈ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നന്നായിട്ട് ഓർമ്മ വരും, എന്നാൽ ചില കാര്യങ്ങൾ മറന്നു. ഈ മറന്നുപോയ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. ഇപ്പം നിങ്ങളൊരു അത്യാവശ്യം ഒരു ക്വസ്റ്റ്യൻ തന്നു, പക്ഷെ അതിൻ്റെ ഫോർമുല മറന്നുപോയി, ആ ഫോർമുല നിങ്ങൾ എഴുതി വെക്കുക. അങ്ങനെ ഉള്ള നിങ്ങളുടെ മിസ്റ്റേക്സ് മാത്രം എഴുതുന്ന ഒരു ചെറിയൊരു ബുക്ക് വയ്ക്കുക. അതാവുമ്പോഴേക്കും നിങ്ങളുടെ മിസ്റ്റേക്സ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെ പോർഷൻസ് ആണ് മറന്നു പോകുന്നത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആ പോർഷൻ വീണ്ടും വായിക്കുമ്പോഴേ ഇതേ മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തുന്നുണ്ടോ എന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കെ വേണ്ടി പറ്റും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മെമ്മറി പവർ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുന്നൊരു നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. നിങ്ങൾ അങ്ങനെ ഒരു ബുക്ക് എന്തായാലും വെച്ചിരിക്കുക. ഈ ഫൈനലായിട്ട് പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് ബ്രില്യൻറ്റോ സൈലം പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികളോടാണ്. നിങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് പല ടൈപ്പ് ഓഫ് കുട്ടികളെ നിങ്ങൾ അവിടെ കാണും. നന്നായിട്ട് പഠിക്കുന്നവരുണ്ടായിരിക്കും, നിങ്ങളെക്കാൾ പഠിക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെക്കാൾ കുറച്ച് പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ നന്നായിട്ട് ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളായിരിക്കും. അങ്ങനെ പല ടൈപ്പ് ഓഫ് കുട്ടികളെ കാണും. ഇവിടെ ചെല്ലുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളെ മറ്റൊരാൾ വെച്ച് കമ്പയർ ചെയ്യണേ പോകണ്ട. അയ്യോ അവർക്ക് നന്നായിട്ട് അറിയാലോ, എനിക്കിതൊന്നും അറിയില്ലല്ലോ, എനിക്ക് നീറ്റ് കിട്ടും, അങ്ങനെ ഒന്നും വിചാരിക്കാനേ പോകണ്ട. നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് നന്നായിട്ട് ഇരുന്ന് പഠിച്ചാൽ മാത്രം മതിയാവും. നിങ്ങൾ ചിലപ്പോൾ പതിയെ പഠിക്കുന്നവരായിരിക്കും, നിങ്ങൾ പതിയെ തന്നെ പഠിച്ച് മുന്നിലോട്ട് വന്നാൽ മതി. അല്ലാണ്ട് എൻ്റെ ഒപ്പം ഉള്ള ഒറ്റ ചാടത്തിന് അവിടെ എത്തിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ പഠിത്തത്തിലെ കാര്യം മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ എക്സാംസും കാര്യങ്ങളും വരും. നിങ്ങൾക്ക് വിചാരിച്ച പോലെ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല, നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല, റാങ്ക് കിട്ടിയില്ല, അപ്പോൾ നിങ്ങൾ ഏറ്റവും ബാക്കിലോട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അയ്യോ എനിക്കിതൊന്നും കിട്ടത്തില്ലേ, ഞാൻ എന്താ പഠിക്കാത്തേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല രീതിയിലും നിങ്ങളെ പല രീതിയിലും മെൻ്റലി അഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടാവും. അതൊന്നും കണ്ടിട്ട് നിങ്ങൾ ഡൗൺ ആകാനോ ഒന്നും പോകരുത്. നിങ്ങൾ അപ്പോൾ കുറച്ച് താഴോട്ടായി, പക്ഷെ മുന്നോട്ട് പൊക്കൊണ്ട് തന്നെ ഇരിക്കുക. നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങൾ ഫുൾ എഫോർട്ട് ഇടുക. ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം കൂടെ ഇട്ടിട്ട് നിങ്ങളെ പഠിത്തം കൊള്ളാക്കാൻ വേണ്ടി നോക്കരുത്. കാരണം നിങ്ങളുടെ ഒരു ഡ്രീം അതാണ് നിങ്ങൾക്ക് MBBS. അതിന് വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു വർഷം നിങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും പല കോളേജിലും അഡ്മിഷൻ എടുത്ത് അവരുടെ ലൈഫ് അവർ എൻജോയ് ചെയ്ത സമയത്ത് നിങ്ങൾ ഈ ഒരു വർഷം നിങ്ങൾ എൻജോയ് ചെയ്യേണ്ട പല മൂമെൻറ്റ്സും കളഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, വേറെ ഒന്നിനും മൈൻഡ് കൊടുക്കാതിരിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടും ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. ഞാൻ എന്തായാലും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പേഴ്സണലായിട്ട് സംസാരിക്കണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരാം. അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരിക്കും. Bye bye.